Hello friends, welcome to 𝙑𝙑𝙬𝙬𝙧𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പേടിഎമ്മിൻ്റെ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ആക്ച്വലി ഇപ്പോൾ ലൈവ് ആയിട്ടുണ്ട്. നിങ്ങൾ പേടിഎമ്മിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈറ്റിൽ പോയിട്ട് നമ്മുടെ അതിൻ്റെ പേജ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും. പക്ഷേ ഞാൻ ആക്ച്വലി കാർഡ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി നമ്മൾ ഓൾറെഡി HDFC കാർഡിൻ്റെ വീഡിയോ ഇടുന്നു. നമ്മൾ ഓൾറെഡി HDFC മില്ലേനിയർ കാർഡിൻ്റെ യൂസറാണ്. പക്ഷേ അതിൻ്റെ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കസ്റ്റമർ സൈഡോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡായിട്ടുള്ള അതിൻ്റെ ബിൽ ജനറേഷൻ്റെ ഒരു മെത്തേഡ്, അതിൻ്റെ ബിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഇഷ്യൂ ആണ്. അവരുടെ കസ്റ്റമർ സൈഡ് ഭയങ്കര വീക്ക്, അത് വേറെ കാര്യം. പോരാത്തതിന് ഇവരുടെ ബിൽ ജനറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. എക്സ്ട്രാ ചാർജ് അവർ ഇഷ്ടം പോലെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂ HDFC ബാങ്കിൻ്റെ സംഭവത്തിലുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് തോന്നിക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു ക്രെഡിറ്റ് കാർഡായിട്ടാണ് ആക്ച്വലി HDFC ബാങ്കിന് വന്നിട്ടുള്ളത്. നമ്മൾ ആക്ച്വലി നമ്മുടെ പ്രൈമറി ക്യാമറ സംഭവമൊക്കെ വാങ്ങിച്ചത് ഇത് കൂടെ ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ അവർ എക്സ്ട്രാ ചാർജ് കുറേ സംഭവങ്ങളൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോസസ്സിംഗ് ചാർജൊക്കെ പോട്ടെ, അതൊക്കെ അല്ലാണ്ട്. അപ്പോൾ ഞാൻ അന്ന് നമ്മളിതിന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ പോരാത്തതിന് ഞാൻ ആക്ച്വലി Paytm HDFC കാർഡ് റെക്കമെൻഡ് അല്ല എന്ന് പറയുന്നത് നമുക്ക് എന്താ വെച്ചാൽ അതിൻ്റെ ഓഫേഴ്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ശരിക്കും Paytm ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നവർ, അതായത് Paytm നിങ്ങൾ ഇപ്പോൾ എല്ലാ സംഭവത്തിനും നിങ്ങൾ Paytm യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് എന്താ പറയുക ഒരു ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ 3% ഒക്കെ ക്യാഷ് ബാക്ക് നമുക്ക് Paytm മോൾ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല Paytm മോളൊക്കെ ഇവിടെ ആരെങ്കിലും ഇത്ര അധികം ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ Paytm മോൾ എന്ന് പറയുന്നത് നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള സാധനമാണ്. അത് Paytm മോളൊന്നും ആരും എനിക്ക് തോന്നുന്നു ഒരു 10% പോലും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതൊരു വീക്ക് സൈഡാണ് നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും ഉപയോഗിക്കില്ല. പിന്നെ റീചാർജിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുക. അതിന് നമുക്ക് 2% 1% വരുന്നുണ്ട്. അതല്ലാണ്ട് വേറെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും ഇല്ല. പോരാത്തതിന് ഇത് ചാർജബിൾ ആണ്. അത് മന്ത്ലി ചാർജാണ് വരുന്നത്. നമുക്ക് 29 രൂപീസിൻ്റെ കാർഡുണ്ട്, 49 രൂപീസിൻ്റെ കാർഡുണ്ട്, അതിൻ്റെ മുകളിലുള്ള കാർഡുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി നോർമലായിട്ട് മീഡിയം റേഞ്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ 49 രൂപീസിൻ്റെ കാർഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മന്ത്ലി നമുക്ക് 49 പ്ലസ് GST ആഡ്, അതായത് ഒരു 58 സംതിങ് മന്ത്ലി ചാർജ് ചെയ്യും. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും ആ സംഭവം വരും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ. അതായത് ഒരു കൊല്ലം നമുക്കൊരു 700 സംതിങ് പേ ചെയ്യേണ്ടി വരും ഈ കാർഡിന്. അതും ഒരു ബെനിഫിറ്റും കാര്യങ്ങളും തരാത്തൊരു കാർഡിന്. അപ്പോൾ ആക്ച്വലി ഞാൻ ആ കാർഡ് തീരെ റെക്കമെൻഡ് അല്ല. നിങ്ങൾക്ക് കിട്ടാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ Paytm മോളിൽ കയറി അപ്ലൈ ചെയ്താൽ മതി. അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം, പാൻ കാർഡ് കൊടുക്കണം, ആധാർ വെച്ചിട്ട് നമുക്ക് വെരിഫിക്കേഷൻ ഉണ്ട്, സിഗ്നേച്ചർ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ KYC ഓപ്ഷൻ വരും. വീഡിയോ KYC അതിൻ്റെ വേറൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വീഡിയോ KYC വരെ കിട്ടാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ KYC ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു മിനിമം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് വരെ, ഭയങ്കര ലാഗാണ് വരെ. പിന്നെ അത് പോരാണ്ട് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടൊരു അഡ്രസ് വെരിഫിക്കേഷനും വരും. എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് HDFC ബാങ്കിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റ് വരും നിങ്ങൾക്ക് ഒന്ന് വെരിഫൈ ചെയ്യാൻ. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടാണ് ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും പ്രോസസ്ഡ് ആയിട്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു 2 days കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു HDFCയുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാനുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ ആപ്ലിക്കേഷൻ ID കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സ്റ്റാറ്റസ് കാണിക്കും. ഒന്നെങ്കിൽ ഡിക്ലൈൻ കാണിക്കും അല്ലെങ്കിൽ അപ്രൂവ് കാണിക്കും. അപ്രൂവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 to 5 days നിങ്ങളുടെ കാർഡ് കിട്ടും. അതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ Paytmൻ്റെ ആപ്പിൽ കയറി നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. വിർച്വൽ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയറും അപ്ലൈ പ്രൊസീജിയറും അതുപോലെ തന്നെ എന്താ പറയുക അപ്രൂവ്ഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറും വരുന്നത്. അപ്പോൾ ഓഫർ വൈസ് നോക്കി കഴിഞ്ഞാൽ ആക്ച്വലി ഇത് എനിക്ക് വലിയ വാലിഡ് ആയിട്ടുള്ള ഒരു കാർഡായിട്ട് തോന്നുന്നില്ല. പിന്നെ Paytm അത്ര അധികം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കിയെടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ HDFC ബാങ്കിൻ്റെ നിങ്ങൾ വേറെ HDFC ബാങ്കിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൺവേർട്ട് ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് വലിയ ബെനിഫിറ്റും കാര്യങ്ങളൊന്നും ഇല്ല, പോരാത്തതിന് ഫ്രീ കാർഡും അല്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ 49 രൂപീസ് നമുക്ക് 49 രൂപയുള്ളൂ പ്ലസ് GST ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ടെക്നിക്കൽ അതാണ്. എന്ന് വെച്ചാൽ മന്ത്ലി 49 എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ ഇത് തോന്നില്ല, 49 രൂപയല്ലേ ഉള്ളൂ. പക്ഷേ ഇത് 12 മാസം എടുത്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ ഒരു 500 രൂപയുടെ കാർഡിനായിട്ട് മുകളിൽ ചാർജാണ് അവർ പിടിക്കുന്നത് അപ്പോൾ ആനുവലി. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തീരെ വെറുത്ത് എനിക്ക് തോന്നുന്നില്ല ഈ പ്രൈസിന്. അപ്പോൾ അതിൻ്റെ ഒരു എൻ്റെ ആക്ച്വലി ഒരു ഇതാണ് കേട്ടോ, നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഇതിനെക്കുറിച്ച് നമ്മുടെ ഒരു എന്താ പറയുക കറക്റ്റ് പേര് കിട്ടുന്നില്ല.
എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ചിലർക്ക് Paytm കാർഡൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. Paytm കാർഡ് മുമ്പേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ SBIയുടെ Paytm കാർഡ് ഉണ്ട്. SBI കാർഡിൻ്റെ നമ്മളോട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആക്ച്വലി നിങ്ങളുടെ ഓഫേഴ്സ് നിങ്ങൾക്ക് ഇത് അപ്ലിക്കബിൾ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ആക്ച്വലി ഇതൊരു ഫുള്ളി നെഗ്ലക്റ്റ് ചെയ്ത് കളയാനല്ല പറയുന്നത്. നമ്മുടെ ഒരു പേഴ്സണൽ വെച്ച് നോക്കുമ്പോൾ എനിക്കത് വലിയ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നില്ല. കാർഡ് പോരാത്തതിന് ഇത് ഫ്രീ കാർഡും ഇല്ല. അതുകൊണ്ടാണ് മെയിനായിട്ട്. ഇത് ഫ്രീ കാർഡാണെങ്കിൽ പിന്നെ നമ്മൾ പൊട്ടേന്ന് വെക്കായിരുന്നു. പക്ഷേ ഇത് ഫ്രീ കാർഡല്ല. അത്യാവശ്യം ചാർജ് വരുന്നുണ്ട്. 500 രൂപ മുകളിൽ ചാർജ് നമുക്ക് വരുന്നുണ്ട് ആനുവലി. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. നെഗറ്റീവായിട്ട് മാത്രം പറഞ്ഞതല്ല, നെഗറ്റീവ് എടുത്ത് പറഞ്ഞതല്ല ചേട്ടാ. പോസിറ്റീവായിട്ട് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് HDFC ബാങ്കിൻ്റെ വേറെ ഓഫേഴ്സ് വരുമ്പോൾ നമുക്കത് ആക്ച്വലി അപ്ലിക്കബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ചിലവരൊക്കെ പറയുന്നുണ്ട് നമുക്കത് അപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി ഉപയോഗിച്ച് നോക്കിയില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ഈ ബാങ്കിൻ്റെ ഓഫേഴ്സ് വരുമ്പോൾ അതിൽ അപ്ലിക്കബിൾ ആവാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ICICI ബാങ്കിൻ്റെ ഓഫർ വരുമ്പോൾ നമുക്ക് ആമസോൺ പേ ICICI കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് ഓഫർ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് HDFC ബാങ്കിൻ്റെ കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫ്രീ കാർഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് മില്ലിയൻ കാർഡ്, അങ്ങനെ കുറേ വേറെ കാർഡുകളുണ്ട്. ഞാൻ ആക്ച്വലി മില്ലിയൻ കാർഡ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇതിന് തീരെ പ്രൊസീജിയർ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ചിലവരുടെ നടത്തുന്ന സാലറി സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓൺലൈൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാനും പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മുമ്പ് നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ 750 എബോവ് ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ റിജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ കുറയേണ്ടി വരും. എന്ന് വെച്ചാൽ മിനിമം ക്രെഡിറ്റ് കാർഡുകളെല്ലാം 750 എബോവ് ആണെങ്കിലേ തരുള്ളൂ. അതൊരു ക്രൈറ്റീരിയ പോലെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ പേര് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോൺ ആയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.